മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവാക്കഞ്ഞിയാണ്. കർക്കിടക മാസത്തിൽ ഉലുവ ചേർത്തുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് ഏറെ നല്ലതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ അങ്ങാടി മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്നും കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനുള്ള കിറ്റുകൾ കിട്ടാറുണ്ട്. ഇപ്പൊ ഞാനിവിടെ തയ്യാറാക്കുന്നത് മരുന്നുകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കാവുന്ന ഉലുവക്കഞ്ഞിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ഉലുവയുടെ അളവ് 25 ഗ്രാം ആണ്. ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ 50 ഗ്രാം വരെ കഴിക്കാം. 25 ഗ്രാം എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂൺ ആണ്. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഉണക്കലരിയാണ്. അതായത് നമ്മൾ പായസം വെക്കാനായിട്ട് എടുക്കുന്ന പായസം റൈസ് ആണിത്. നമ്മൾ ശരിക്കും ഇതിലേക്ക് ചേർക്കുന്ന നവരേരി ചേർക്കുന്നതാണ് നല്ലത്. നവരേരി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കലരി എടുത്തിട്ടുള്ളത്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് പച്ചരിയോ അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന മട്ട റൈസോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ചെറുപയറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയിട്ട് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. 6 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് രാവിലെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം. ഉലുവ നമ്മൾ മരുന്നായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഉലുവ. അതുപോലെ തൈറോയിഡ്, പാൻക്രിയാസ്, ഓവറിയുടെ ഫങ്ഷൻസ് ഒക്കെ ക്രമപ്പെടുത്തുന്നതിനും ഉലുവ വളരെ നല്ലതാണ്. നെഞ്ചെരിച്ചിലുള്ളവർക്കും അസിഡിറ്റി ഉള്ളവർക്കും ഒക്കെ ഉലുവ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. പിന്നെ വിശപ്പിനെ നിയന്ത്രിക്കാനും ക്യാൻസറിനെ അകറ്റി നിർത്തുന്നതിനും ഉലുവ സഹായിക്കുന്നു. മാത്രമല്ല സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമമായ ഒരു പരിഹാരമാണ് ഉലുവ. ഞാനിത് മൂന്നും നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പൊ ഇത് മൂന്നും നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ റൈസിലുള്ള വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. റൈസ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുപയറിന്റെയും വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിരിക്കുകയാണ്. അതിന്റെയും വെള്ളം നമ്മൾ എടുക്കാറില്ല. അതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ വേണം ഉലുവ ഇട്ട് വെക്കാനായിട്ട്. ആ വെള്ളം കളയാതെ നമ്മൾ ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് വെക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത്. ഇത് പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ കുതിർത്തിയത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഞ്ഞിക്ക് എത്രമാത്രം വെള്ളം വേണോ അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങ നന്നായിട്ട് അരച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിപ്പോ തേങ്ങാപ്പാൽ എടുത്ത പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കളർ അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി തിള വരുമ്പോഴത്തേനും നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് കഞ്ഞിക്ക് എത്രമാത്രം ലൂസ് വേണോ അതുപോലെ അതനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഉലുവ ചേർത്തിരിക്കുന്നത് കൊണ്ട് കഞ്ഞിക്ക് കയ്പ്പ് രസം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. അത് മാത്രമല്ല ഉലുവ കുതിർത്തി കഴിയുമ്പം അതിന് കയ്പ്പൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിതിലേക്ക് അല്പം ശർക്കര ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. കർക്കിടക മാസത്തിലാണ് നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളത്. കർക്കിടക മാസത്തിലെ മഴയും തണുപ്പും ഒക്കെ വന്നു കഴിയുമ്പോൾ ഭൂമിയും അന്തരീക്ഷവും ഒക്കെ തണുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. വാതരോഗങ്ങളും ദഹന സംബന്ധമായ രോഗങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും നല്ലത് കഞ്ഞി കഴിക്കുന്നതാണ്. രോഗങ്ങളൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ദഹിക്കാനായിട്ട് നമ്മൾ സാധാരണ കഞ്ഞി കഴിക്കാറുണ്ടല്ലോ. അതുപോലെ കർക്കിടക മാസത്തിൽ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കഞ്ഞി കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ആയുർവേദ മരുന്നുകളും കൂടി ചേർക്കുമ്പോൾ
നമുക്ക് ആ രോഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഒരു സംരക്ഷണം കൂടിയാണത്. നമ്മളിതിലേക്ക് ഇപ്പോൾ ആയുർവേദ മരുന്നുകളോ അങ്ങനെയൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്കിത് കർക്കിടകത്തിൽ മാത്രമല്ല നമുക്കിത് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഉണ്ടാകുന്ന നടുവേദനയും സന്ധിവേദനയും പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ സമയത്ത് ഉലുവാക്കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഈ കഞ്ഞി 2 സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒന്നിലേക്ക് ഞാൻ അല്പം ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് നമുക്ക് അല്പം ശർക്കരയും കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യിൽ ഉള്ളി മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കഞ്ഞിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. 1.5 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് 3-4 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ശർക്കര ചേർത്തില്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഡയബറ്റീസ് ഉള്ളവര് ശർക്കര ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഉലുവാക്കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.